അപ്പോൾ സ്വന്തം മുന്നണിയിലും സ്വന്തം പാർട്ടിയിലും സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി, അവർക്കെല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന പാർട്ടി സെക്രട്ടറി ഇത്രയും മാതൃകാപരമായ ഒരു തീരുമാനമെടുത്ത കോൺഗ്രസിൻ്റെ നിലപാടിനെ അഭിനന്ദിക്കേണ്ട, അതിനെതിരായി സമരം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ അര ഡസൻ MLA-മാരും മന്ത്രിമാരും ഉന്നതരായ നേതാക്കളും ഇതുപോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, സ്ത്രീപീഡനം സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നു. 24 മണിക്കൂറിനകം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഞങ്ങൾ പാർട്ടി ആലോചിച്ച് ഏകകണ്ഠമായി ജനാധിപത്യപരമായി സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. CPM-ന്റെ ഉന്നതരായ നേതാക്കൾക്കെതിരെ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഇടത്തും വലത്തും ഇരിക്കുന്ന മന്ത്രിമാർക്കെതിരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി CPM MLA-മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതേക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷിച്ചോ? എന്തെങ്കിലും ഇതുപോലൊരു നടപടിയെടുക്കാനുള്ള ധൈര്യം അവർ പ്രകടിപ്പിച്ചോ? അപ്പോൾ സ്വന്തം മുന്നണിയിലും സ്വന്തം പാർട്ടിയിലും സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി, അവർക്കെല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന പാർട്ടി സെക്രട്ടറി ഇത്രയും മാതൃകാപരമായ ഒരു തീരുമാനമെടുത്ത കോൺഗ്രസിൻ്റെ നിലപാടിനെ അഭിനന്ദിക്കേണ്ട, അതിനെതിരായി സമരം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വാസ്തവത്തിൽ സ്ത്രീ പീഡകരെയും കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് കുടപിടിക്കുന്ന പാർട്ടി സെക്രട്ടറി, ഞാൻ കഴിഞ്ഞ കാല സംഭവങ്ങൾ ഓർക്കുകയാണ്. മുകേഷ് MLA-ക്കെതിരായി ആരോപണം വന്നു, അദ്ദേഹത്തിനെതിരായി കേസ് വന്നു. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരോപണങ്ങൾ അന്വേഷിച്ച് അടിസ്ഥാനരഹിതമായി തീർന്നാൽ അദ്ദേഹത്തോട് പാർട്ടി രാജിവെക്കാൻ പറഞ്ഞു എന്നിരിക്കട്ടെ, കൊല്ലത്തെ ജനങ്ങളോട് ഞങ്ങൾ എന്ത് മറുപടി പറയും? അന്ന് പറഞ്ഞ മറുപടിയാണ്, അന്ന് നിങ്ങളെല്ലാം കേട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുകേഷിനോട് രാജിവെക്കാൻ പറയുന്നില്ല. എന്ത് ന്യായത്തിലാണ്, എന്ത് യുക്തിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്ന് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ആവശ്യപ്പെടുന്നു? അതുമാത്രമല്ല, അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക പോലീസ് ടീമിനെ നിയോഗിക്കുന്നു. ഒരാളും ഇതുവരെ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. ആരും പോലീസിൽ പരാതിയുമായി കേസുമായി പോയിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നതിലൊന്നും ഞങ്ങൾക്കാർക്ക് ഒരു വൈമുഖ്യവുമില്ല. പക്ഷേ പരാതി ആരും നൽകാത്ത ഒരു കാര്യം, ഇതുവരെ ആരും, ഈ പറഞ്ഞ ആളുകൾ ആരും തന്നെ പോലീസിനെ സമീപിക്കാത്ത അവസരത്തിൽ ഒരു പോലീസ് പ്രത്യേക സംഘത്തെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? ആരോപണമുള്ള സ്ത്രീകൾക്ക് പരാതി പോലീസിനെ സമീപിക്കാം, അവർക്ക് ഞങ്ങൾ പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുക്കും. എന്തൊരു ഗതികേടാണ് ഒരു ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് ചില ആളുകൾ കറങ്ങിത്തിരിയും. അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാരിറങ്ങുകയാണ്, പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങുകയാണ്. നാണവും മാനവുമുള്ള ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ആരും പരാതി പറയാത്തൊരു കാര്യത്തിൽ, ആരും കേസ് കൊടുക്കാത്തൊരു കാര്യത്തിൽ അന്വേഷിക്കാൻ വയ്ക്കുകയാണ്. വെച്ചോളൂ, ഞങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് സംസാരിക്കരുത്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 2022 കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച്
മാർക്സിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തു. സ്ത്രീ അതിക്രമണ ആരോപണങ്ങൾ, പരാതികൾ ഉണ്ടായാൽ അത് പാർട്ടിക്കുള്ളിൽ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി സെൽ രൂപീകരിക്കാൻ, സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. പോളിറ്റ് ബ്യൂറോ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു, എല്ലാ സംസ്ഥാനങ്ങൾക്കും. 3 വർഷം ആയി. കേരളത്തിൽ അങ്ങനെ ഒരു പരാതി സെൽ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. 4-5 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുള്ള സംസ്ഥാനമാണ്. എന്താ ഡൽഹിയിൽ, ബംഗാളിൽ, തെലുങ്കാനയിൽ 10ഓളം സംസ്ഥാനങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്ത്രീ പീഡന അതിക്രമങ്ങളെ കുറിച്ച് പരാതി ഉണ്ടായാൽ അന്വേഷിക്കാൻ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് ആഭ്യന്തര പരാതി പരിഹാര സെല്ലുണ്ടാക്കിയപ്പോൾ ഇവിടെ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോ മെമ്പറായ MP ഗോവിന്ദൻ നായരും ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു പരാതി പരിഹാര സെല്ലുണ്ടാക്കാത്തത്. അവരാണ് കോൺഗ്രസിന്റെ തീരുമാനത്തെ, ഞങ്ങളുടെ തീരുമാനത്തെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ, ഈ മുഖ്യമന്ത്രി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവരെ പാർട്ടിക്കകത്തുള്ള ഒരു തുറന്നു ഒരക്ഷരം പറഞ്ഞോ? അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി ഇതിനെ നേരിടാനും രാഷ്ട്രീയമായി ഇതിനെ പ്രചരണം നടത്താനാണ് വിനിയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിൽ വിജയിക്കാൻ പോകുന്നില്ല.